മലയാളികൾക്കേറെ സുപരിചിതയായ നടിയാണ് ലൗലി ബാബു. സിനിമകൾ, സീരിയലുകൾ എന്നിവയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ അഭിനേത്രിയാണ് ലൗലി ബാബു. ദി ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ഭാഗ്യദേവത, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, തന്മാത്ര, പ്രണയം, 4 പെണ്ണുങ്ങൾ, വെന്നീസിലെ വ്യാപാരി തുടങ്ങി നിരവധി സിനിമകളിൽ ലൗലി അഭിനയിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് പുറമെ നാടകത്തിലും സീരിയലിലും സജീവമായിരുന്നു ലൗലി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലൗലി വാർത്തകൾ നിറയുകയും ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ലൗലിയെ മലയാളികൾ കാണുന്നത് അമ്മയെ ശുശ്രൂഷിക്കാനായി സ്വന്തവും ബന്ധവും എല്ലാം വേണ്ടെന്ന് വെച്ച് മകളായിട്ടാണ്. 90 വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മയെ പരിപാലിക്കാനാണ് കുടുംബം പോലും ലൗലിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ അവശത അനുഭവിക്കുന്ന അമ്മ കുഞ്ഞമ്മ പോത്തൻ ലൗലിക്കൊപ്പമായിരുന്നു താമസം. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കുഞ്ഞമ്മയ്ക്ക് കഴിയുമായിരുന്നില്ല. അതിനാൽ തന്നെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെയായിരുന്നു അമ്മയെ ലൗലി ശുശ്രൂഷിച്ചിരുന്നത്. തിരുവനന്തപുരം ആസ്ഥാനമായി വർഷങ്ങളായി താമസിച്ചു വരികയായിരുന്നു കുഞ്ഞമ്മയും കുടുംബവും. പരേതനായ പോത്തനാണ് ഭർത്താവ്. മകൾ ലൗലി ബാബു കലാരംഗത്ത് സജീവമായപ്പോൾ അവർക്ക് പൂർണ്ണ പിന്തുണയുമായി കുഞ്ഞമ്മ ഒപ്പമുണ്ടായിരുന്നു. ലൗലിയെ കൂടാതെ മറ്റു മക്കളും ബന്ധുക്കളും അടങ്ങുന്ന വലിയൊരു സൗഹൃദ വലയത്തിന് ഉടമയായിരുന്നു കുഞ്ഞമ്മ. ലൗലിയുടെ ഭർത്താവ് ബാബുവും കലാമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ലൗലിയുടെ ഭർത്താവിനും മക്കൾക്കും കുഞ്ഞമ്മയെ ഒപ്പം നിർത്തി ശുശ്രൂഷിക്കുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. അതിനാൽ അമ്മയെ ഉപേക്ഷിക്കാൻ കുടുംബം നിരന്തരമായി ലൗലിയെ നിർബന്ധിക്കുകയായിരുന്നു. അവസാനം ഗതികെട്ട് അമ്മയെയും കൂട്ടി ലൗലി കുടുംബം വിട്ടിറങ്ങി. അമ്മയെ ഓച്ചിറയിൽ കൊണ്ടുപോയി കളയണം, അല്ലെങ്കിൽ ഗുരുവായൂർ ഇരുത്തെന്ന് ഭർത്താവ് ലൗലിയോട് പറഞ്ഞു. അമ്മയെ ഉപേക്ഷിക്കുക എന്നത് ലൗലിക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. ഭർത്താവിന്റെ വാക്കുകൾ സങ്കടം നൽകിയപ്പോഴാണ് അമ്മയെയും കൊണ്ട് ലൗലി വീട് വിട്ടിറങ്ങിയത്. ശേഷമാണ് പത്തനാപുരത്തെ ഗാന്ധിഭവനിൽ അഭയം തേടിയത്. കഴിഞ്ഞ വർഷം മുതൽ ലൗലിയും അമ്മയും ഗാന്ധിഭവനിൽ അന്തേവാസികളായിരുന്നു. എന്നാൽ കുറച്ചു ദിവസം മുമ്പ് ലൗലിയെ തനിച്ചാക്കി വേദനകളുടെ ലോകത്തു നിന്നും അമ്മ കുഞ്ഞമ്മ യാത്രയായി. അമ്മയുടെ സംസ്കാര സമയത്ത് മൃതദേഹം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ലൗലിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. എനിക്കിനി ആരുമില്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ലൗലിയുടെ ദൃശ്യം സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ്. ഭർത്താവും മക്കളും എല്ലാം ലൗലിയുമായി അകൽച്ചയിലാണ്. അതിനാൽ തന്നെ നടിയുടെ സ്വന്തവും ബന്ധവുമെല്ലാം അമ്മ മാത്രമായിരുന്നു. ഗാന്ധി ഭവനിൽ വന്ന ശേഷവും അമ്മയുടെ അരികിൽ നിന്ന് മാറാതെ ലൗലി എപ്പോഴും ഒപ്പം ഇരുന്ന് അമ്മയെ ശുശ്രൂഷിക്കുമായിരുന്നു. അമ്മ ഒറ്റപ്പെട്ടു പോകും, അത് അമ്മയ്ക്ക് മാനസിക പ്രയാസമാകും. ഞാൻ ഒറ്റ മോളാണ്, അമ്മയ്ക്ക് പ്രതീക്ഷയുണ്ടാകില്ലേ? പിന്നീട് ഞാൻ ആലോചിച്ചു, ഞാനും കൂടെ പോയാൽ അമ്മയ്ക്ക് സന്തോഷമാകും. അങ്ങനെ നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും വന്നോളാം എന്ന് അമ്മ പറഞ്ഞു. ഗാന്ധി ഭവനിലേക്ക് എത്തിയ കഥ വെളിപ്പെടുത്തി ലൗലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. കുഞ്ഞമ്മയുടെ സംസ്കാര ചടങ്ങിൽ ലൗലിയുടെ കുടുംബം പങ്കെടുത്തോ എന്നത് വ്യക്തമല്ല. തിരുവനന്തപുരത്തായിരുന്നു ലൗലി വളർന്നത്. പിതാവ് പോത്തനും അമ്മ കുഞ്ഞമ്മയുമാണ് കലാരംഗത്ത് ശോഭിക്കാൻ എല്ലാവിധ പിന്തുണയും നൽകിയത്. ലൗലിയുടെ ഭർത്താവ് ബാബുവും കലാമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്ന് വിവരം. ലൗലിയും അമ്മയും ഗാന്ധി ഭവനിലേക്ക് എത്തിയ ശേഷം ലൗലിയുടെ ഒരു വീഡിയോ വൈറലായിരുന്നു. വീട്ടിൽ വെച്ച് അവശ്യയായ അമ്മയെ ഉപദ്രവിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന ലൗലിയായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ആ വീഡിയോ വൈറലായ ശേഷം ലൗലി അമ്മയോട് കാണിക്കുന്ന സ്നേഹത്തെ പോലും ചിലർ ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് നടി തന്നെ വിശദീകരണവുമായി രംഗത്ത് വന്നു. അപ്പോഴത്തെ തന്റെ മാനസികാവസ്ഥയിൽ ചെയ്തു പോയതാണെന്നാണ് പറഞ്ഞത്. ദി ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആണ് ആദ്യം ലൗലി ചെയ്ത സിനിമ. 4 പെണ്ണുങ്ങൾ, ഭാഗ്യദേവത, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, തന്മാത്ര, പുതിയ മുഖം, പ്രണയം, വെന്നീസിലെ വ്യാപാരി തുടങ്ങിയ ഒരുപിടി സിനിമകളിലും ലൗലി ബാബു അഭിനയിച്ചിട്ടുണ്ട്. ജന്മം നൽകി അമ്മയെ സംരക്ഷിച്ചതിന്റെ പേരിൽ കുടുംബം ലൗലി ഉപേക്ഷിച്ചിരുന്നു. അമ്മയെ ഉപേക്ഷിക്കാൻ ഭർത്താവ് ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പിന്നാലെ ലൗലി അമ്മയും കൊണ്ട് വീട് വിട്ടിറങ്ങുകയായിരുന്നു. അസുഖങ്ങളാലും വാർദ്ധക്യ സഹജമായ അവശതകളാലും തളർന്ന അമ്മയുമായി ലൗലി അഭയം തേടിയത് പത്തനാപുരത്തെ ഗാന്ധി ഭവനിലായിരുന്നു. ലൗലിയുടെ ഭർത്താവിനും മക്കൾക്കും നടിയുടെ അമ്മയെ സംരക്ഷിക്കുന്നതിനോടോ ശുശ്രൂഷിക്കുന്നതിനോടോ താല്പര്യമുണ്ടായിരുന്നില്ല. ലൗലി ഏക മകളാണ്. ഓച്ചിറയിലോ ഗുരുവായൂരിലോ കൊണ്ടുപോയി അമ്മയെ കളയണമെന്ന് ഭർത്താവ് തന്നോട് ആവശ്യപ്പെട്ടതായി ലൗലി തന്നെ മുമ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലൗലിയുടെ അമ്മയുടെ മരണവാർത്ത പുറത്തു വന്നതോടെയാണ് ഇക്കാര്യങ്ങളെല്ലാം വീണ്ടും ചർച്ചയാകുന്നത്. ഗാന്ധിഭവന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ലൗലിയുടെ എല്ലാമെല്ലാമായിരുന്ന അമ്മ കുഞ്ഞമ്മ പോത്തൻ നിര്യാതയായ വാർത്ത പുറത്തുവന്നത്. അമ്മ അസുഖബാധിതയായ ശേഷം അഭിനയത്തിൽ നിന്ന് പോലും ലൗലി വിട്ടുനിൽക്കുകയായിരുന്നു. അതിനാൽ തന്നെ അമ്മയെ പരിപാലിക്കുന്നതിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നടി അലട്ടിയിരുന്നു. ഗാന്ധി ഭവനിൽ എത്തിയ ശേഷമാണ് ലൗലിയും അമ്മയും സമാധാനത്തോടെ ജീവിച്ചു തുടങ്ങിയത്. അമ്മയെ ഓച്ചിറയിൽ കൊണ്ടുപോയി കളയണമല്ലെങ്കിൽ ഗുരുവായൂർ ഇരുത്തൂ എന്നാണ് ഭർത്താവ് പറഞ്ഞത്. അതെനിക്ക് വലിയ സങ്കടമുള്ള സംഭവമായിരുന്നു. അന്ന് തൊട്ട് അമ്മയെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് ഞാൻ ആലോചിച്ചിരുന്നു. അപ്പോൾ അമ്മ ഒറ്റപ്പെട്ടു പോകും, അത് അമ്മയ്ക്ക് മാനസിക പ്രയാസമാകും. ഞാൻ ഒറ്റ മോളല്ലേ, അമ്മയ്ക്ക് പ്രതീക്ഷയുണ്ടാകില്ലേ? പിന്നീട് ഞാൻ ആലോചിച്ചു, ഞാനും കൂടെ പോയാൽ അമ്മയ്ക്ക് അത് സന്തോഷമാകുമെന്ന്. അങ്ങനെയാണ് നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് അമ്മയോട് ചോദിക്കുന്നതും വീട് വിട്ടിറങ്ങുന്നതും. മക്കളെയും കൊച്ചുമക്കളെയും പൊന്നുപോലെ വളർത്തി. കാലം മാറിയപ്പോൾ മക്കൾ മാറി. അമ്മയ്ക്ക് ആ പഴയ സ്ത്രീ ആവാനേ കഴിഞ്ഞുള്ളൂ. 2 മക്കളെയും വിളിച്ചപ്പോൾ അവർ വന്നു. എന്നാൽ അമ്മയെ ഒന്ന് കാണാതെ പോയി.
അതിന്റെ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നാണ് അമ്മയുമായി വീട് വിട്ടിറങ്ങാനുള്ള കാരണം വെളിപ്പെടുത്തി ലൗലി ഒരിക്കൽ പറഞ്ഞത്. ലൗലിയും അമ്മയും ഗാന്ധിഭവനിൽ അഭയം തേടിയ ശേഷം വേറെയും വിവാദങ്ങളുണ്ടായി. അതിലൊന്ന് അമ്മയെ മർദ്ദിക്കുന്ന ലൗലി ബാബുവിന്റെ വീഡിയോ പുറത്തു വന്നത് തന്നെയാണ്. എടി എന്നും നീ എന്നും വിളിച്ച് അമ്മയ്ക്ക് നേരെ അസഭ്യവർഷം നടത്തുന്ന ലൗലിയായിരുന്നു വീഡിയോയിലുണ്ടായിരുന്നത്. വീഡിയോ വൈറലായതോടെ പലതരത്തിലുള്ള പ്രതികരണം വരികയും പിന്നാലെ വിശദീകരണവുമായി നടി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. താൻ അമ്മയെ ഉപദ്രവിച്ചുവെന്ന് ലൗലി സമ്മതിക്കുകയും അതിനുള്ള കാരണം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അമ്മയുടെ അവസ്ഥ കൂടുതൽ മോശമായി വന്നപ്പോൾ മനോനില തെറ്റിയാണ് ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന അമ്മയെ വേദനിപ്പിച്ചത്. ഇക്കാര്യം മരുന്ന് വാങ്ങാൻ ചെന്നപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞിരുന്നു, മനഃപൂർവ്വമല്ലല്ലോ, ചേച്ചിയുടെ മാനസിക നില അങ്ങനെ ആയതുകൊണ്ടല്ലേ, ഒന്നുകിൽ ചേച്ചി എങ്ങോട്ടെങ്കിലും മാറണം അമ്മയും കൊണ്ടെന്നാണ് അന്ന് ഡോക്ടർ നൽകിയ ഉപദേശമെന്നും വിശദീകരണ വീഡിയോയിൽ നടി പറഞ്ഞിരുന്നു. എന്തായാലും ലൗലി ബാബുവിന്റെ മാതാവിന്റെ നിര്യാണത്തിൽ സിനിമാ സീരിയൽ രംഗത്തെ നിരവധി ആളുകൾ അനുശോചനം രേഖപ്പെടുത്തി. ലൗലിയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന സഹപ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ടും തങ്ങളുടെ ദുഃഖം പങ്കുവച്ചു. ഒരു കലാകാരി എന്ന നിലയിൽ ലൗലി കൈവരിച്ച എല്ലാ നേട്ടങ്ങളിലും സന്തോഷിച്ച മകളോടൊപ്പം നിഴല് പോലെ ഉണ്ടായിരുന്ന അമ്മയായിരുന്നു കുഞ്ഞമ്മ എന്ന് സഹപ്രവർത്തകർ അനുസ്മരിച്ചു. ലൗലി ബാബുവിന്റെ കരിയറിനെ കുറിച്ച് പറയുമ്പോൾ കുടുംബം നൽകുന്ന പിന്തുണ എടുത്തു പറയേണ്ടതാണ്. മാതാപിതാക്കൾ നൽകിയ പ്രോത്സാഹനമാണ് തന്നെ ഒരു കലാകാരിയായി വളർത്തിയതെന്ന് ലൗലി പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ദീർഘകാലം സീരിയൽ രംഗത്ത് സജീവമായി തുടരുന്ന ലൗലി തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളെ പൂർണ്ണതയിലെത്തിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയാണ്. അമ്മയുടെ വേർപാട് അവരുടെ വ്യക്തിജീവിതത്തിൽ നികത്താനാവാത്ത ഒരു ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.